നമസ്കാരം മഹാത്മാക്കളെ. നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ഒട്ടനേകം സംഭവങ്ങൾ നമുക്ക് ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ തോട്ടുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതെല്ലാം ഇല്ല എന്ന് പറയുന്നില്ല, അതെല്ലാം ഒരു ഭാഗത്തുണ്ട്. എങ്കിൽ പോലും ഇതിനൊക്കെ ബേസിക്കായിട്ടൊരു എനർജി ലെവലിലുള്ളൊരു റീസൺ ഉണ്ട്, ഒരു റൂട്ട് കോസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജികൾ, ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് സോളുകൾ, മലയാളത്തിൽ നമുക്ക് ബാധകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ, മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് ഒരു ശുദ്ധീകരണമില്ലാത്തതുകൊണ്ട് അവർ ഈ ഭൂമിയിൽ തന്നെ കിടന്ന്, എല്ലാ എനർജിയാണല്ലോ, ഈ ആത്മാവെന്ന് പറഞ്ഞാൽ എനർജിയാണ്, ഭൂമിയിൽ തന്നെ കിടന്ന് ഇങ്ങനെ മറയുകയാണ്, കെട്ടിമറയുകയാണ്. അപ്പോൾ ഇവർക്ക് പിന്നെ നോക്കുന്നത് ഒരു ബോഡിയാണ്. ജീവിച്ചിരിക്കുന്ന ഒരു ശരീരത്തിൽ കയറി പറ്റിയാൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവർ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ ബോഡിയിലേക്ക് തക്കം പാർത്ത് നോക്കിയിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ പനികളും അതുപോലെ തന്നെയുള്ള ജലദോഷം, ചുമ, മറ്റസുഖങ്ങളൊക്കെ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ശരീരത്തിന് കുറയുമ്പോൾ ബാക്ടീരിയാസ് ഇടിച്ചു കയറിയിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത്. നമ്മുടേതായ ഒരു സോളുണ്ട് അല്ലേ, ആ സോൾ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ, നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ആ സോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറി പറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാധകൾ അഥവാ നെഗറ്റീവ് സോളുകൾ, അവ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ആത്മാവിനെ കവർ ചെയ്തിരിക്കുന്ന ഓറ സിസ്റ്റം, അതായത് ഒരു വേലിക്കെട്ടാണത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള വേലിക്കെട്ടാണ് ഓറ എന്ന് പറയുന്നത്. അതിനെപ്പോഴാണ് ഒരു ഡൗൺ മോഡ് വരുന്നത്, എപ്പോഴാണ് അതിൽ വിള്ളൽ വരുന്നത് ആ എനർജി ലെയറിന്, ആ സമയത്ത് ഇവറ്റകൾ, ഈ നെഗറ്റീവ് സോളുകൾ, മരിച്ച ഈ ആത്മാക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറുകയും നമ്മുടെ ആത്മാവിരിക്കുന്ന സ്ഥലത്ത് അവർ കയറി പിടിക്കുകയും അവിടെ പിന്നെ അവരായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ സ്ലോലി അത് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ സോള് എന്താണോ നിശ്ചയിക്കുന്നത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുക. ഇവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതാണ് അവിടെ നടക്കുക. അപ്പോൾ നമ്മുടെ ബോഡി ശരിക്കും പാകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സോളിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവറ്റകൾ ഒന്നോ രണ്ടോ അല്ല വരിക, ധാരാളം ഇടിച്ചു കയറും അല്ലെ. ഇപ്പോൾ ഒരു വീടിന് നല്ലൊരു വേലി ഉണ്ടെങ്കിൽ ആ വേലിനെ ഇടിച്ചു പൊളിച്ച് കളയാനൊന്നും മറ്റുള്ള ജീവികൾക്ക് സാധിക്കില്ല. ആ സമയത്ത് ആ വേലിക്ക് ഒരു വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെ പൊളിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് പന്നിക്കൂട്ടങ്ങളോ കുറുക്കന്മാരോ പട്ടികളോ പൂച്ചകളൊക്കെ കയറി നമ്മളെ ഉപദ്രവിക്കാൻ വരാം അല്ലേ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ എനർജി ലെവലിലുള്ള കാര്യമാണ്. ആത്മാവിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന അതിശക്തമായൊരു വേലിക്കെട്ടാണ് ഈ ഓറ എന്ന് പറയുന്നത്. ഈ ഓറയുടെ കനം കുറയുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവറ്റകൾ കൊടാനുകൂടിയുണ്ട്. ഇവറ്റകൾ എവിടെയൊന്നും ശുദ്ധീകരണം കിട്ടാത്ത ആത്മാക്കളാണ്. ശുദ്ധീകരണ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് അവർ തിരിച്ചു പോകും. അതായത് ആ ലയനം സംഭവിക്കും അവർക്ക്. അത് മോക്ഷം കിട്ടാന്നൊക്കെ നമ്മൾ പറയും, മനസ്സിലാണല്ലോ, എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സംഭവമാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. മരിച്ചതിന് ശേഷം എൻലൈറ്റ്മെന്റ് കിട്ടുക സാധ്യമല്ല ഒരിക്കലും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആത്മാക്കൾക്ക് മാത്രമേ എൻലൈറ്റ്മെന്റ് കിട്ടത്തുള്ളൂ. അത് മനുഷ്യന് മാത്രമുള്ളൊരു പ്രത്യേകതയുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറയുടെ ശക്തി പ്രോപ്പറാക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കണം. അത് നോർമൽ ലൈഫിൽ സാധിക്കുന്നതല്ല. കാരണം നമ്മൾ ജീവിക്കുന്ന മുഴുവൻ നെഗറ്റീവുകളുടെ ഇടയിലാണ്. അത് എല്ലാ മനുഷ്യരിലും ബാധകളും നെഗറ്റീവ് എനർജികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുകളും അങ്ങനെ തന്നെയാണ് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ അറിയുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ പ്യൂരിഫിക്കേഷൻ നമുക്ക് ലഭിക്കണം. ആ പ്യൂരിഫിക്കേഷൻ ലഭിക്കുന്നതിലൂടെ മാത്രമായിരിക്കും, അതായത് നമ്മുടെ ശരീരത്തിനും ആത്മാവിനും യഥാർത്ഥ പ്യൂരിഫിക്കേഷൻ ലഭിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ ഓറയുടെ കട്ടി അതേപോലെ നിൽക്കുകയും അത് ശക്തിവത്തായ ഒരു വേലിക്കെട്ടായിട്ട് ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരു വേലിക്കെട്ടായിട്ട് നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. ഇത് പല ഘട്ടങ്ങളിലും നമ്മളെ തോട്ട് വേവ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, ബാഡ് തോട്ട്സ് നമുക്ക് ഉണ്ടാകുന്നതുകൊണ്ടും അതിനോടനുബന്ധിച്ച് വരുന്ന കർമ്മങ്ങൾ കൊണ്ടും നമ്മളെ ഈ വേലിക്കെട്ട് പൊളിഞ്ഞു പോകാവുന്നതാണ്. അപ്പം ഇങ്ങനെ വേലിക്കെട്ട് പൊളിഞ്ഞു പോകുമ്പോൾ വീണ്ടും ഇവ ഇടിച്ചു കയറും. അപ്പം ഇതിനൊക്കെ വേണ്ടി നമുക്ക് നമ്മളെ സംരക്ഷിക്കാനായിട്ട് ശക്തനായ ഒരു ഗുരുവിന്റെ ആവശ്യകതയുണ്ട്. ആ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം, ആ ഗുരു കാണിച്ചു തരുന്ന ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അഥവാ വരികയാണെങ്കിൽ തന്നെയും അതിനെ പ്രാപ്തമായ രീതിയിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള കഴിവ് കൂടി നമ്മളെ സംരക്ഷിക്കുന്ന ആ ദൈവമാകട്ടെ നമുക്ക് നൽകുകയാണെങ്കിൽ അത് വളരെ ഈസിയാണ്. കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിട്ട് തോന്നാം. കാരണം ഇതുവരെ ഭൂമിയിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സത്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരുത്താൻ സാധിക്കും, ഒരു സംശയവുമില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം.
നമ്മൾക്ക് എന്താണ് ഇവിടെ വേണ്ടത്? ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പിറക്കുന്ന സമയത്ത്, ശരീരത്തിൽ ഒരു ആത്മാവ് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഈ ഭൂമിയുടെ ചുറ്റുവട്ടങ്ങൾക്കനുസരിച്ചിട്ട് നല്ല രീതിയിൽ ശാന്തിയോടും സമാധാനത്തോടും സന്തോഷം കൂടി ഒരു ജീവിതമാണ് വേണ്ടത് അല്ലേ? അത് നേടാൻ കഴിയാതെയാണ് ഈ മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകാനും ചന്ദ്രനിലേക്ക് പോകാനും ഭൂമിയുടെ ഉൾവശം തുറന്നു നോക്കാനും യൂണിവേഴ്സ് എത്ര വലിപ്പമുണ്ടെന്ന് നോക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. ആദ്യം അവനവനെ തന്നെ തിരയണ്ടേ, അവനവൻ്റെ ഉള്ളിലുള്ള ശക്തി അറിയണ്ടേ. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം പോരെ മറ്റുള്ള സ്ഥലത്തേക്കുള്ള നോട്ടങ്ങൾ. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ ക്ഷണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. എൻ്റെ പേര് മഹേഷ് ഗുരുജി. നന്ദി, നമസ്കാരം.